മലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബിജെപിക്ക്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്നതോടെയാണ് 5 സീറ്റ് മാത്രം നേടിയ ബിജെപിക്ക് ചെയർമാൻ സ്ഥാനം ലഭിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിയെ പിന്തുണച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺലിഗ് ബിജെപി സഖ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വലപ്പാട് പഞ്ചായത്തിൽ കാണുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ മാസ്റ്റർ പറഞ്ഞു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും അതിൻ്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പും പൂർത്തീകരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കക്ഷിബലം എന്ന് പറയുന്നത് LDFന് 9 സീറ്റും UDFന് 8 സീറ്റും BJP NDAക്ക് 5 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 4 വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒരെണ്ണം മാത്രമേ LDFന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ BJPക്ക് 5 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. 22-ൽ 5 സീറ്റ് മാത്രം ലഭിച്ച BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDFൻ്റെ ഒത്താശയോടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ലാത്ത 5 സീറ്റ് മാത്രം ലഭിച്ച BJP ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് കിട്ടിയെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നത് നമ്മുടെ സംസ്ഥാനത്തുടനീളം നമ്മൾ കണ്ടുവരുന്ന കോൺഗ്രസ് ലീഗ് BJP സഖ്യം, അതായത് കോലീബി സഖ്യം നമ്മുടെ വലപ്പാട് പഞ്ചായത്തിൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഒരു നെറികെട്ട രാഷ്ട്രീയ സംഭവമായി കാണേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർ ഈ രീതിയിൽ BJPക്ക് വേണ്ടി ഒത്താശ ചെയ്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം LDFന് കിട്ടേണ്ടിയിരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടാതിരിക്കാനായിട്ടുള്ള ഗൂഢാലോചന നടത്തി ഈ കോലീബി സഖ്യം ഒന്നുചേർന്ന് കളിക്കുകയായിരുന്നു വലപ്പാട് പഞ്ചായത്തിൽ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കിടയിൽ വന്നിട്ടുള്ള അന്തഛിദ്രം, അവർക്കിടയിൽ വന്ന തർക്കങ്ങളൊക്കെ തന്നെ മറനീക്കി പുറത്തു വന്നിട്ടു. വരാൻ പോകുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. CPMനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന കോൺഗ്രസ് യോഗത്തിലെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ധാരണയുണ്ടാക്കിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരുന്നത്. DCC സെക്രട്ടറിയാണ് CPMനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. രഹസ്യധാരണയ്ക്ക് മുൻ യുവജന നേതാവിന്റെ വലിയ പിന്തുണയുണ്ടായതായി പറയുന്നുണ്ട്. യോഗത്തിൽ തർക്കവും ഉണ്ടായിരുന്നു. BJPക്ക് വോട്ട് ചെയ്താൽ രാഷ്ട്രീയമായി നമുക്ക് എന്തു ഗുണമെന്ന് ഒരു വനിതാ അംഗം ചോദിക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPയുമായി കൂട്ടുചേർന്ന് നേടിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതായും പരാതിയുണ്ടായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി CPMലെ ഷജിത് PS-ഉം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോൺഗ്രസിലെ സുമേഷ് പണാട്ടിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി BJPയിലെ രശ്മി ഷിജോയും തെരഞ്ഞെടുക്കപ്പെട്ടു.